അത് രാമായണ കഥയെ കാച്ചിക്കുറുക്കി ചെറുരൂപത്തിലേക്ക് മാറ്റുന്ന ഒരു എഴുത്തുകാരനെ നമുക്ക് പരിചയപ്പെടാം. പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ സനോജ് എഴുത്തച്ഛനാണ് രാമായണ കഥയുടെ സംക്ഷിപ്ത രൂപം എഴുതിയിരിക്കുന്നത്. പുതുതലമുറയ്ക്ക് കൂടി രാമായണം എളുപ്പത്തിൽ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സനോജ് കുഞ്ഞിരാമായണം രചിച്ചിരിക്കുന്നത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രേ ജയ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണേ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. വാൽമീകി രാമായണത്തിൽ നിന്ന് നിരവധി കൃതികൾ പിറന്നിട്ടുണ്ടെങ്കിലും രാമായണ കഥയെ വളരെ ചുരുക്കി പ്രമേയം ഒട്ടും ചോരാതെ എഴുതിയിരിക്കുകയാണ് ഒറ്റപ്പാലം പാലപ്പുറം സ്വദേശിയായ സനോജ് എഴുത്തച്ഛൻ. 74 പേജിൽ ആയിട്ടാണ് സനോജിന്റെ കുഞ്ഞിരാമായണ രചന. താടകാവധത്തിന് ശേഷം വിശ്വാമിത്രന്റെ യാഗം തടസ്സപ്പെടുത്താനെത്തിയ സുബാഹു എന്ന രാക്ഷസനെ രാമൻ വധിച്ചു. ഭയന്നോടിയ മാരീചൻ സമുദ്രത്തിൽ ഒളിച്ചു. ബാക്കിയുള്ള രാക്ഷസുകളെയെല്ലാം ലക്ഷ്മണൻ ഓടിച്ചുവിട്ടു. രാമായണത്തിലെ പ്രധാന കഥാപാത്രങ്ങളിലൂടെയാണ് സനോജ് രാമകഥ പറയുന്നത്. തിരക്കേറിയ കാലത്ത് പുതുതലമുറയ്ക്ക് കൂടി എളുപ്പത്തിൽ രാമായണം പരിചയപ്പെടുത്തുക ലക്ഷ്യമിട്ടാണ് 4 വർഷം സമയമെടുത്ത പുസ്തകം രചിച്ചതെന്ന് സനോജ് പറയുന്നു. 4 വർഷം എടുത്തിട്ടാണ് ഇപ്പോൾ ഈ രാമായണ കഥ എഴുതി തീർത്തിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇറക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ അപ്പോഴേക്കും അതിൻ്റെ ഫുൾ പണികൾ കഴിഞ്ഞിരുന്നില്ല. അപ്പോൾ രാമായണ മാസത്തിലാകുമ്പോൾ രാമായണ കഥ ഇറക്കുമ്പോൾ കുറച്ചും കൂടി ഒരു എല്ലാവരിലേക്കും എത്താൻ വേണ്ടിയിട്ട്, എല്ലാവരും അറിയപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാരണം രാമകഥ എന്തായിരുന്നു എല്ലാവർക്കും രാമായണ മാസത്തിലാണ് സാധാരണ രാമായണം വായിക്കണം എല്ലാവരും. ശരിക്കും രാമായണം എല്ലാ ദിവസവും വായിക്കാം, പക്ഷേ എല്ലാവരും ഇപ്പോൾ രാമായണ മാസമായിട്ട് കർക്കിടക മാസത്തിനെ എടുത്ത സ്ഥിതിക്ക് നമ്മൾ രാമായണ മാസത്തിൽ അത് ഇറക്കാൻ തീരുമാനിച്ചു. അത്രയേ ഉള്ളൂ. ഈ രാമായണ മാസത്തിൽ തന്നെ പുസ്തകം പ്രകാശനം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ആംബുലൻസ് ഡ്രൈവർ കൂടിയായ യുവ എഴുത്തുകാരൻ. നേരത്തെ 2 കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കിയിട്ടുള്ള സനോജ് 1000-ഓളം ചെറുകവിതകളും 13 ഭക്തിഗാന ആൽബങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ജനം, പാലക്കാട്.